ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സ് ഓറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മാർക്കറ്റ് ന്യൂസും പിന്നെ നമ്മുടെ നിഫ്റ്റിയുടെ അനാലിസിസും ആണ് ചെയ്യാൻ പോണത്. ഞാനിത് ഇന്നലെ ചെയ്ത വീക്ക്ലി അനാലിസിസ് വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാർഡിൽ ഐ ബട്ടണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീക്ക്ലി അനാലിസിസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസിന് വേണ്ടി ഞാൻ ഒന്ന് ഡ്രോയിങ്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, അത് മറക്കണ്ട. അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടി കൺസിഡറേഷനിൽ എടുത്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഡൗൺ പോയി. നമുക്ക് കാണാം ഏകദേശം ഇപ്പോൾ മുകളിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഇനി നോക്കാനുള്ള, ഇപ്പൊ താഴെയുണ്ട് ഗ്യാപ്പ്, മുകളിലുണ്ട് ഗ്യാപ്പ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 120 പോയിന്റ്സ് ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 120 പോയിന്റ്സ് ഗ്യാപ്പ്. പിന്നെ താഴെയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി നേരത്തെ ഫോം ചെയ്ത ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഇതുവരെ ഫില്ലായിട്ടില്ല. ഞാനിത് ഇപ്പോൾ മുകളിലുണ്ട് ഗ്യാപ്പ്, താഴോട്ടും ഉണ്ട് ഗ്യാപ്പ്. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് കൂടുതൽ ചാൻസസ് ഉണ്ട്. ഇവിടെ ആദ്യമേ തന്നെ 400 പോയിന്റ്സ് ആണ് ഇനി ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉള്ളത്. ഞാൻ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 400 പോയിന്റ്സ്. രണ്ട് ഗ്യാപ്പും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്കറിയാം വാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഒന്ന് ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അതായത് US ഇസ്രായേൽ ഇറാൻ വാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പതുക്കെ ചെറിയ വാറിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ മാർക്കറ്റിലും കാണിച്ചു തുടങ്ങി. അതാണ് ഇന്ന് ഫോം ചെയ്ത ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിംഗ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ വീണ്ടും യുദ്ധം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ് ഡൗൺ ആണ് ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. അത് മാത്രമല്ല ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം, ഞാനിവിടെ മാർക്ക് ചെയ്യാം, ഇന്ന് മാർക്കറ്റ് ഡൗൺഫോൾ ചെയ്തിട്ട് ക്ലോസ് ചെയ്തത് ഏകദേശം 23,820 എന്ന ലെവലിലാണ് ഇന്ന് മാർക്കറ്റ് മൺഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 23,815.85, നെഗറ്റീവ് 360.30 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 1.49% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് ന്യൂസും കൂടി എനിക്ക് കാണിക്കാനുണ്ട്. അതായത് നമ്മുടെ മോദി ഇപ്പോൾ ഒരു കാര്യം പറയുന്നത് അധികം ഗോൾഡ് വാങ്ങിച്ച് കൂട്ടണ്ട എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് ലോജിക് ബിഹൈൻഡ് PM മോദീസ് അപ്പീൽ ടു അവോയ്ഡ് ബൈയിങ് ഗോൾഡ്. ഗോൾഡ് അധികം വാങ്ങണ്ട എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഇട്ടിട്ട് വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇനി വരാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് 24,000 ആണ് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ നാളത്തേക്കുള്ള വരുന്നത്. 24,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. കാര്യം റെസിസ്റ്റൻസിനേലും കൂടുതൽ ഇനി നമുക്ക് നോക്കാനുള്ള സപ്പോർട്ട് ലെവൽസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഈ 4,000 പോയിന്റ്സ് ഗ്യാപ്പ് ഫോം ചെയ്തത് മാർക്കറ്റ് ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ, ഈ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു പോയിന്റ് 23,600 എന്ന ലെവലാണിത്. ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് ലെവലാണ്. ഈ 23,600 ബ്രേക്ക് ഔട്ട് ചെയ്താൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ, നല്ലൊരു ഇൻവേർട്ടഡ് ഹാമർ, നല്ലൊരു മർബോസു ഒക്കെ ഫോം ചെയ്ത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ പതിയെ ഈ 400 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ തുടങ്ങും. ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ക്ലോസ് ചെയ്യുന്നല്ല, പക്ഷെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് നാളെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഫുള്ളി ഗ്യാപ്പ് ക്ലോസ് ആകാൻ പിന്നെയുള്ള ബാക്കിയുള്ള മൂവ്മെന്റ് മതി ഗ്യാപ്പ് ക്ലോസ് ആകാൻ. പക്ഷെ അല്ലാതെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ 400 പോയിന്റ്സ് നാളെ തന്നെ ക്ലോസ് ആവില്ല, പക്ഷെ പതിയെ 23,600 കഴിഞ്ഞ് ക്ലോസ് ആകാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കുക. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 100 to 200 പോയിന്റ്സ് ആണ്. അപ്പോൾ 400 പോയിന്റ്സ് ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് ടെക്നിക്കൽ വെച്ചാണ് നമ്മൾ അനലൈസ് ചെയ്ത് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ഗ്യാപ്പ് മുകളിലോട്ടാണെങ്കിലും ശ്രദ്ധിക്കണം. കാര്യം ഇവിടെ 200 പോയിന്റ്സ് ഗ്യാപ്പ് ഇത്ര അടുത്തായതുകൊണ്ട് ഫില്ലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് 24,000 ക്രോസ് ആണുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് കൺഫർമേഷൻ ആയിട്ട് എടുക്കേണ്ടത് 1 hour ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. ബെയറിഷിന് പകരം മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ 1 hour ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 1 hour ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അത് 1 hourൽ തന്നെ എടുക്കണം. അത് കഴിഞ്ഞ് 24,000 റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആകുവാണെങ്കിൽ നമുക്ക് ഈ 120 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ വാറിന്റെ സിറ്റുവേഷൻ ഒക്കെ കാരണം
ഫ്ലാറ്റും അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ് അല്ലെങ്കിൽ സൈഡ് വേസ് ആയിരിക്കും കൂടുതൽ ചാൻസസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇൻഡെക്സുകളുടെ പെർഫോമൻസ് ഒക്കെ നോക്കാം. അതിന് മുമ്പ് ഞാൻ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നിഫ്റ്റി ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിരിക്കുന്നത് ടാറ്റ കൺസ്യൂമബിൾസ് ആണ് ഇന്ന് ഏറ്റവും വലിയ ടോപ്പ് ഗെയിനർ ആയിട്ട് വന്നത്. അതിന്റെ തൊട്ടു പുറകെ മാക്സെൽ, കോൾ ഇന്ത്യ, സൺഫാർമയെ കുറിച്ച് കുറച്ച് എടുത്തു പറയാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ DMKയുടെ ലൂസിന് ശേഷം സൺഫാർമ ഒരിത്തിരി ഡൗൺ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും സൺഫാർമ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ ഒരു റിഫ്ലക്ഷൻ സൺഫാർമ എന്ന ഷെയറിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂസേഴ്സ് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നിരുന്നത് ടൈറ്റൻ ആണ്. അത് മാത്രമല്ല അതിന്റെ പുറകെ ഇൻഡിഗോ, പിന്നെ SBIN, ഇറ്റേണൽ, ജിയോ ഫൈനാൻസ്, ഭാരതി എയർടെൽ, റിലയൻസ്, സിപ്ല, ശ്രീറാം ഫൈനാൻസ് എന്നിവയൊക്കെയാണ്. പിന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നിരിക്കുന്ന ഇന്ന് SBIN ആണ്. പിന്നെ അതിന്റെ പുറകെ കാനറ ബാങ്ക്, ഇൻഡസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, AU ബാങ്ക്, PNB ബാങ്ക് എന്നിവയൊക്കെയാണ്. ഗെയിനേഴ്സിൽ ബാങ്ക് ഓഫ് ബറോഡയും ICICI ബാങ്കും ആണ് ഇത്രയെങ്കിലും നല്ലോണം പെർഫോം ചെയ്തത്. എല്ലാ സെക്ടേഴ്സും ഇന്ന് ബെയറിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. ഇൻഡെക്സസും ബെയറിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് സെക്ടറിൽ പെർഫോം ചെയ്തത് IT ആണ്. നിഫ്റ്റി MSIT 1.07%, MSIT ടെലികോം, IT സെക്ടർ അല്ല, IT സെക്ടർ സൈഡ് വേസ് എന്ന് പറയാം, പക്ഷെ MSIT ടെലികോം സെക്ടർ ആണ് ഇത്രയെങ്കിലും ബുള്ളിഷ് ആയിട്ട് കാണിച്ചത്. ബാക്കി എല്ലാം കൂട്ടത്തില് നിഫ്റ്റി റിയാലിറ്റിയും നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് നല്ലോണം ബെയറിഷ് ആയിട്ട് പോയി. ഏകദേശം 3% മുകളിലാണ് ബെയറിഷ് ആയിട്ട് പോയത്. അതിനകത്ത് കൺസ്യൂമർ ഡ്യൂറബിൾസ് 3.73% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യം പറയാം. ബാക്ക് ടു നിഫ്റ്റിയിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ, ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് ലെവല് വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ടും കൂടി കാണണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് രണ്ടാമത് എടുത്ത് പറയുന്നത്. ഈ ഒരു ഏരിയ പലതവണയും അവിടെ വന്ന് മാർക്കറ്റ് വന്ന് ഒരു സപ്പോർട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ സപ്പോർട്ട് റെസ്പെക്ട് ചെയ്യണേലും കൂടുതൽ ചാൻസസ് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകാനാണ്. വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക, 2 കൺഫർമേഷൻസ് എടുക്കുക, എന്നിട്ട് മാത്രം ഫോർവേഡ് ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫർ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് നൽകണമെങ്കിലും കമന്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ അനലൈസ് ചെയ്യാൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മളെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ജോയിൻ ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8701357772 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. വാട്സാപ്പ് കോൾ ആയിരിക്കും പ്രിഫറബിൾ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വാട്സാപ്പ് നമ്പർ തന്നെ തന്നേക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് വിളിച്ച് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:00ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.